എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ജോഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. പാഠത്തിന്റെ പേര് ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ്, അതായത് ലോകത്തിന്റെ മേൽക്കൂരയിൽ. എന്തൊരു രസമുള്ള പേരല്ലേ! നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ആദ്യം വരുന്നത്? പലതരം ആൾക്കാർ, പലതരം വസ്ത്രങ്ങൾ, പലതരം ഭാഷകൾ, അല്ലേ? അതെ, ഇന്ത്യ ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ സംസ്കാരത്തിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങൾ എങ്ങനെയുണ്ടായി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു വലിയ ചരിത്രമാണ്. വളരെ പുരാതന കാലത്ത് ദൂരദേശങ്ങളിൽ നിന്ന് ഒരുപാട് മനുഷ്യർ ഇവിടെ താമസിക്കാൻ വന്നു. പിന്നീട് പല കാലഘട്ടങ്ങളിലായി പല വഴികളിലൂടെ വേറെയും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്നു. അവരുടെ എല്ലാം തലമുറകൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ ജീവിക്കുന്നു. ഈ വൈവിധ്യം നമ്മുടെ ഭാഷ, വസ്ത്രധാരണം, പാരമ്പര്യങ്ങൾ, ആഘോഷങ്ങൾ, വിശ്വാസങ്ങൾ, കൃഷിരീതികൾ എന്നിവയിലെല്ലാം കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യമാണ് ഈ സാംസ്കാരിക വൈവിധ്യത്തിന് പ്രധാന കാരണം. ഒന്നോർത്തു നോക്കൂ, വടക്കുഭാഗത്ത് ഒരു കോട്ട പോലെ നിൽക്കുന്ന പർവ്വതനിരകൾ, അതിന് തൊട്ടു താഴെയായി വിശാലവും ഫലഭൂയിഷ്ടവുമായ സമതലം. പടിഞ്ഞാറുഭാഗത്ത് മരുഭൂമി, മധ്യഭാഗത്തായി വിസ്തൃതമായ പീഠഭൂമി, കിഴക്കും പടിഞ്ഞാറും തീരപ്രദേശങ്ങൾ, പിന്നെ ദ്വീപുകളും. ഇന്ത്യയുടെ ഭൂപ്രകൃതി എത്ര വൈവിധ്യപൂർണമാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? ഈ ഭൂപ്രകൃതിയും നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനവും കാരണം ഇവിടെ മൺസൂൺ കാലാവസ്ഥ നിലനിൽക്കുന്നു. നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ മനുഷ്യജീവിതവും കൃഷിയും ഈ വൈവിധ്യങ്ങൾക്കനുസരിച്ചാണ് രൂപപ്പെട്ടത്. ഇത്രയധികം വൈവിധ്യങ്ങൾക്കിടയിലും ഈ നാടിനെയും ഇവിടുത്തെ ജനങ്ങളെയും ഒരുമിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത്. ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ പലതായി തിരിക്കാം. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഉത്തര പർവ്വതമേഖല, അതായത് ദ നോർത്തേൺ മൗണ്ടൻ റീജൻ. 2. ഉത്തര മഹാസമതലം, അതായത് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. 3. ഉപദ്വീപീയ പീഠഭൂമി, അതായത് ദ പെനിൻസുലാർ പ്ലാറ്റിയോ. 4. ഇന്ത്യൻ മരുഭൂമി, അതായത് ദ ഇന്ത്യൻ ഡെസേർട്ട്. 5. തീരസമതലങ്ങളും ദ്വീപുകളും, അതായത് ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ വിഭാഗമായ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കും വടക്കുകിഴക്കും അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിരകളാണിത്. ഇവയെല്ലാം ഉത്ഭവിക്കുന്നത് പാമീർ പീഠഭൂമിയിൽ നിന്നാണ്. പാമീർ പീഠഭൂമിയെ ലോകത്തിന്റെ മേൽക്കൂര അഥവാ റൂഫ് ഓഫ് ദ വേൾഡ് എന്നാണ് വിളിക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങി കിഴക്ക് പൂർവാചൽ വരെ ഈ പർവ്വതനിരകൾ നീണ്ടുകിടക്കുന്നു. പാമീർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റു പർവ്വതനിരകൾ ഏതൊക്കെയാണെന്നറിയാമോ? ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻ ഷാൻ, കുൻലൂൻ എന്നിവയൊക്കെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ ഉത്തരപർവ്വതനിരകൾ താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമാണ്. പാറകളുടെ പാളികൾ മടങ്ങിയിട്ടാണ് ഇവ രൂപം കൊണ്ടത്. അതുകൊണ്ടിവയെ മടക്കു പർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നു. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട് ഈ പർവ്വതനിരകൾക്ക്. അവിശ്വസനീയമല്ലേ? ഇവയുടെ വീതി 150 മുതൽ 400 കിലോമീറ്റർ വരെ വ്യത്യാസപ്പെട്ടിരിക്കും. ഉയർന്ന കൊടിമുടികൾ, ഹിമാനികൾ, താഴ്വരകൾ എന്നിങ്ങനെ ഒരു പ്രത്യേക ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. ഈ ഉത്തരപർവ്വത മേഖലയെ നമുക്ക് 3ആയി തരംതിരിക്കാം. 1. ട്രാൻസ് ഹിമാലയം. 2. ഹിമാലയം. 3. പൂർവാചൽ അഥവാ കിഴക്കൻ മലനിരകൾ. ഇനി നമുക്ക് ഇവ ഓരോന്നിനെയും പറ്റി വിശദമായി പഠിക്കാം. ആദ്യം ട്രാൻസ് ഹിമാലയം. ഇതിനെ ടിബറ്റൻ ഹിമാലയം എന്നും വിളിക്കാറുണ്ട്. ഇതിന്റെ ശരാശരി ഉയരം 3000 മീറ്ററാണ്. ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം, ലഡാക്ക്, സാസ്കർ എന്നീ പർവ്വതനിരകൾ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഇവയിൽ കാരക്കോറം നിരകളാണ് ഹിമാലയത്തെ പാമീർ പീഠഭൂമിയുമായി ബന്ധിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗമായ ഹിമാലയത്തിലേക്ക് വരാം. ട്രാൻസ് ഹിമാലയത്തിന് താഴെയായി കിഴക്കോട്ട് സമാന്തരമായി 3 പർവ്വതനിരകൾ കാണുന്നില്ലേ? അവയാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഈ 3 നിരകളും ചേർന്നതാണ് ഹിമാലയം. ഇവയിൽ ഏറ്റവും ഉയരം കൂടിയതും വടക്കേ അറ്റത്തുമുള്ള നിരയാണ് ഹിമാദ്രി അഥവാ ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ്. ഹിമാദ്രിയിലെ ശരാശരി ഉയരം ഏകദേശം 6100 മീറ്ററാണ്. അതായത് നമ്മുടെ ഊട്ടിയിലെയും മൂന്നാറിലെയും ഒക്കെ മലകളിൽ എത്രയോ ഇരട്ടി ഉയരം. ഇതിന്റെ വീതി ഏകദേശം 25 കിലോമീറ്ററാണ്. ഇവ എപ്പോഴും മഞ്ഞു മൂടിക്കിടക്കുന്ന പർവ്വതങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഭൂരിഭാഗവും ഹിമാദ്രിയിലാണ്. എവറസ്റ്റ് കൊടുമുടി, കാഞ്ചൻജംഗ എന്നിവയെല്ലാം ഇവിടെയാണ്. ഹിമാദ്രിക്ക് തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നിരയാണ്
ഹിമാചൽ. ഇതിനെ ലെസർ ഹിമാലയാസ് എന്നും വിളിക്കാറുണ്ട്. ഇവിടുത്തെ ശരാശരി ഉയരം 3500 മുതൽ 4500 മീറ്റർ വരെയാണ്. ഇതിന്റെ വീതി 60 മുതൽ 80 കിലോമീറ്റർ വരെ വ്യത്യാസപ്പെട്ടിരിക്കും. പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ഷിംല, കുളു, മണാലി എന്നിവയെല്ലാം ഹിമാചൽ നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിലെ ഏറ്റവും തെക്കുഭാഗത്തുള്ളതും ഉയരം കുറഞ്ഞതുമായ നിരയാണ് ശിവാലിക്. ഇതിനെ ഔട്ടർ ഹിമാലയാസ് എന്നും വിളിക്കാറുണ്ട്. ഗംഗാ സമതലത്തിന്റെ അതിർത്തിയായി ഇത് രൂപം കൊള്ളുന്നു. ഇതിന്റെ വീതി 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. ശരാശരി ഉയരം 900 മീറ്ററിൽ കുറവാണ്. വിശാലമായ താഴ്വരകൾ ഇവിടെ കാണപ്പെടുന്നു. ഈ താഴ്വരകളെ ഡൂണുകൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് ഡെറാഡൂൺ. അപ്പോൾ ഹിമാലയത്തിന്റെ 3 സമാന്തര നിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. കൊള്ളാം, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇനി ഈ ഹിമാലയം എങ്ങനെ ഉണ്ടായി എന്നറിയണ്ടേ? ഇതൊരു രസകരമായ കഥയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരകളിലൊന്നായ ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. അതിന്റെ ഉയരം കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും ഇതിന് കാരണം? ഇതിന് കാരണം പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന പ്രതിഭാസമാണ്. ഭൂമിയുടെ ഉപരിതലം പല വലിയ ഫലകങ്ങളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഫലകങ്ങൾ വളരെ പതുക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഫലകം തെക്കേ അർദ്ധഗോളത്തിലായിരുന്നു. അത് വടക്കോട്ട് സഞ്ചരിച്ച് യൂറേഷ്യൻ ഫലകവുമായി കൂട്ടിയിടിച്ചു. ഈ 2 ഫലകങ്ങളും തമ്മിലുണ്ടായിരുന്ന ഭാഗമാണ് ടെത്തിസ് എന്ന സമുദ്രം. ഈ 2 ഫലകങ്ങളും തമ്മിൽ അടുത്തപ്പോൾ ഈ കടലിന്റെ അടിത്തട്ട് മുകളിലേക്ക് ഉയർന്നു. അങ്ങനെയാണ് ഹിമാലയം രൂപം കൊണ്ടത്. ഈ കൂട്ടിയിടിപ്പ് ഇപ്പോഴും തുടരുന്നതുകൊണ്ടാണ് ഹിമാലയത്തിന്റെ ഉയരം കൂടുന്നത്. അത്ഭുതം തന്നെയല്ലേ പ്രകൃതിയുടെ കാര്യങ്ങൾ? ഹിമാലയത്തെ അതിന്റെ പ്രാദേശികമായ പ്രത്യേകതകൾ അനുസരിച്ചും വിഭജിക്കാം. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിപ്പോകുമ്പോൾ വലിയ ഗിരികന്ധരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ നദികളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 3ആയി തിരിച്ചിരിക്കുന്നു. 1 പശ്ചിമ ഹിമാലയം, 2 മധ്യ ഹിമാലയം, 3 പൂർവ്വ ഹിമാലയം. സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗമാണ് പശ്ചിമ ഹിമാലയം. കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലുള്ള ഭാഗമാണ് മധ്യ ഹിമാലയം. ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗമാണ് പൂർവ്വ ഹിമാലയം. ഇനി നമുക്ക് പശ്ചിമ ഹിമാലയത്തെക്കുറിച്ച് വിശദമായി പഠിക്കാം. ജമ്മു കശ്മീരിന്റെ വടക്ക് സിന്ധു നദീതടം മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദീതടം വരെ നീണ്ടുകിടക്കുന്ന ഭാഗമാണിത്. ഇതിനെ വീണ്ടും 3ആയി തിരിക്കാം: കശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ആദ്യം കശ്മീർ ഹിമാലയം നോക്കാം. ജമ്മു കശ്മീറും ലഡാക്ക് പ്രദേശത്തുമായി ഏകദേശം 3 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഇവിടെ മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളുമുണ്ട്. കാരക്കോറം, സാസ്കർ, ലഡാക്ക്, പീർ പഞ്ചൽ എന്നിവ ഇവിടുത്തെ പ്രധാന പർവ്വതനിരകളാണ്. ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്മിൻ ഓസ്റ്റിൻ കാരക്കോറം നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഉയരം 8611 മീറ്ററാണ്. സങ്കൽപ്പിക്കാൻ കഴിയുന്നുണ്ടോ? സിയാച്ചിൻ, ബോൾട്ടോറോ തുടങ്ങിയ പ്രധാനപ്പെട്ട ഹിമാനികൾ അല്ലെങ്കിൽ ഗ്ലേഷ്യറുകൾ ഈ മേഖലയിലാണ്. ഈ ഹിമാനികളിൽ നിന്നാണ് സിന്ധു നദിക്കും അതിന്റെ പോഷക നദികളായ രവി, ഝലം, ചിനാബ് എന്നിവയ്ക്കും വർഷം മുഴുവൻ വെള്ളം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഹിമാലയൻ നദികൾ വറ്റാത്ത നദികൾ ആയിരിക്കുന്നത്. പർവ്വതങ്ങൾക്കിടയിലൂടെ യാത്ര സുഗമമാക്കാൻ ചുരങ്ങൾ സഹായിക്കുന്നു. ജമ്മുവിനെ കശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ബനിഹാൽ ചുരം ഇതിനൊരു ഉദാഹരണമാണ്. കശ്മീർ ഹിമാലയത്തിൽ ശുദ്ധജല തടാകങ്ങൾ ധാരാളമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദാൽ തടാകം. ശ്രീനഗർ നഗരം ഈ തടാകത്തിന്റെ കരയിലാണ്. ഇതൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രവും വാണിജ്യ കേന്ദ്രവുമാണ്. നിങ്ങൾ ദാൽ തടാകത്തിലെ ഷിക്കാര ബോട്ടുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവിടുത്തെ ഷിക്കാര ബോട്ടുകളും ഒഴുകി നടക്കുന്ന മാർക്കറ്റുകളും കശ്മീർ ടൂറിസത്തിന്റെ മുഖദ്രാമുതയാണ്. വേനൽക്കാലത്ത് മലഞ്ചെരുവുകളിൽ രൂപം കൊള്ളുന്ന പുൽമേടുകളെ മർഗുകൾ എന്ന് വിളിക്കുന്നു. സോൻമാർഗ്, ഗുൽമാർഗ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. മഞ്ഞുകാലത്ത് ഈ പുൽമേടുകൾ മഞ്ഞുകൊണ്ട് മൂടും. അപ്പോൾ ഇവിടം സ്കീയിംഗ് പോലുള്ള വിന്റർ ഗെയിംസിന് പ്രശസ്തമാകും. ഇനി നമുക്ക് ഹിമാചൽ ഹിമാലയത്തിലേക്ക് പോകാം. ഇതിന്റെ ഭൂരിഭാഗവും ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിലാണ്. ചിനാബ്, രവി, ബിയാസ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന നദികൾ. ധൗളാധർ, പീർ പഞ്ചൽ എന്നിവ ഇവിടുത്തെ പ്രധാന പർവ്വതനിരകളാണ്. ചന്ദ്രതാൽ, സൂരജ്താൽ പോലുള്ള ശുദ്ധജല തടാകങ്ങളും ഇവിടെയുണ്ട്. ഹിമാചൽ പ്രദേശിലെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബറാലാചാല ചുരവും കുളു താഴ്വരയെ ലാഹോൾ സ്പിത്തി താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവും ഇവിടെയാണ്. കുളു, കാംഗ്ര, ലാഹുൾ പോലുള്ള മനോഹരമായ താഴ്വരകളും ഷിംല, മണാലി പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇവിടെ മഞ്ഞുവീഴ്ചയും നേരിയ തണുപ്പുമുള്ള ശൈത്യകാലമാണ് അനുഭവപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ ചൂട് നീരുറവകൾ കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്നറിയാമോ? മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്ന് ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിലെ പാറകൾക്ക് നല്ല ചൂടുണ്ടാകും. ഈ പാറകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുന്നു. അങ്ങനെ ചൂടായ വെള്ളം നീരുറവുകളായി പുറത്തേക്ക് വരുന്നു.
ഹിമാചൽ പ്രദേശിലെ മണികരനിലുള്ള ചൂട് നീരുറവയിൽ നിന്ന് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനെ ജിയോ തെർമൽ എനർജി എന്നാണ് പറയുന്നത്. ഇത്രയുള്ള വിവരങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ പശ്ചിമ ഹിമാലയത്തിലെ അവസാന ഭാഗമായ ഉത്തരാഖണ്ഡ് ഹിമാലയത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സത്ലജ് നദി മുതൽ കാളി നദി വരെ വ്യാപിച്ചു കിടക്കുന്ന ഹിമാലയത്തിന്റെ ഭാഗമാണിത്. ഇതിന്റെ പടിഞ്ഞാറൻ ഭാഗം ഗഡ്വാൾ ഹിമാലയമെന്നും കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയമെന്നും അറിയപ്പെടുന്നു. നന്ദാദേവി, കാമെറ്റ്, ബദരിനാഥ്, കേദാർനാഥ് തുടങ്ങിയ നിരവധി ഉയർന്ന കൊടുമുടികൾ ഇവിടെയുണ്ട്. ഇവയെല്ലാം പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടിയാണ്. ഗംഗ, യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്ന ഗംഗോത്രി, യമുനോത്രി ഹിമാനികളും ഇവിടെയാണ്. നൈനിറ്റാൾ, ഭീംടാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിൽ കാണപ്പെടുന്നു. ഹിമാചൽ നിരകൾക്കും ശിവാലിക് നിരകൾക്കും ഇടയിൽ കാണുന്ന പരന്ന താഴ്വരകളാണ് ഡൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇതിന് പ്രശസ്തമായൊരു ഉദാഹരണമാണ്. ഇവിടുത്തെ ഉയർന്ന മലഞ്ചെരുവുകളിലെ പുൽമേടുകളെ ബുഗ്യാലുകൾ എന്ന് വിളിക്കുന്നു. മഞ്ഞുകാലത്ത് മഞ്ഞു മൂടുമ്പോൾ ഇവയും വിന്റർ ടൂറിസത്തിനായി ഉപയോഗിക്കുന്നു. ഇടയന്മാർ വേനൽക്കാലത്ത് അവരുടെ കന്നുകാലികളുമായി ഈ പുൽമേടുകളിലേക്ക് വരും. അവിടെ താൽക്കാലികമായി താമസിച്ച് മഞ്ഞുകാലം തുടങ്ങുമ്പോൾ താഴ്വരകളിലേക്ക് തിരികെ പോകും. ഇങ്ങനെ കാലികൾക്കായി മേച്ചിൽപ്പുറങ്ങൾ തേടി കാലത്തിനനുസരിച്ച് മാറുന്നതിനെ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുന്നു. ഇനി നമുക്ക് മധ്യ ഹിമാലയത്തിലേക്ക് കടക്കാം. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയത്തിന്റെ ഭാഗമാണിത്. ഇതിന്റെ ഭൂരിഭാഗവും നേപ്പാളിലായതിനാൽ ഇതിനെ നേപ്പാൾ ഹിമാലയം എന്നും വിളിക്കുന്നു. സിക്കിമിന്റെ പടിഞ്ഞാറൻ ഭാഗവും ഡാർജിലിംഗ് പ്രദേശവും മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് നേപ്പാളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിലൊന്നായ കാഞ്ചൻജംഗയും ഇന്ത്യ-ചൈന അതിർത്തിയിലെ നാഥുല ചുരവും ഈ മേഖലയിലാണ്. വേഗത്തിലൊഴുകുന്ന ടീസ്റ്റ നദിയും അതിന്റെ കരയിലുള്ള തട്ടുതട്ടായ കൃഷിയിടങ്ങളും സിക്കിം ഹിമാലയത്തിന്റെ പ്രത്യേകതയാണ്. ബ്രിട്ടീഷുകാർ ഇവിടത്തെ അനുകൂല സാഹചര്യം മുതലെടുത്ത് തേയില കൃഷി തുടങ്ങി. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഡാർജിലിംഗ് ചായയ്ക്ക് അന്താരാഷ്ട്ര പ്രശസ്തിയുണ്ട്. അടുത്തത് പൂർവ്വ ഹിമാലയം അഥവാ ഈസ്റ്റേൺ ഹിമാലയാസ്. ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ നീണ്ടുകിടക്കുന്ന ഭാഗമാണിത്. ഇതിനെ അസം ഹിമാലയം എന്നും വിളിക്കാറുണ്ട്. ഇവിടത്തെ മലകൾക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറവാണ്. ഈ മേഖലയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി നംച ബർവയാണ്, 7756 മീറ്റർ. ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന നദികൾ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിന്റെ തലസ്ഥാനമായ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില ചുരവും മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു ചുരവും ഇവിടെയാണ്. ഇനി പൂർവാചൽ കുന്നുകളെക്കുറിച്ച് നോക്കാം. അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ ഹിമാലയം തെക്കുവടക്കു ദിശയിൽ ഉയരം കുറഞ്ഞ കുന്നുകളായി കാണപ്പെടുന്നു. ഇവയാണ് പൂർവാചൽ കുന്നുകൾ എന്ന് പറയുന്നത്. ശരാശരി 500 മുതൽ 3000 മീറ്റർ വരെയാണ് ഇവയുടെ ഉയരം. പട്കായ് ബാം, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇവയിൽ പ്രധാനം. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചിയും മൗസിൻ റാമും ഇവിടെയാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്ന മൺസൂൺ കാറ്റ് ഈ കുന്നുകളിൽ തട്ടി നിൽക്കും. അതുകൊണ്ട് അതിലെ ഈർപ്പം മുഴുവൻ അവിടെ മഴയായി പെയ്യുന്നു. മേഘാലയയിലെ ആളുകൾ മരങ്ങളുടെ വേരുകൾ കൊണ്ട് പാലങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇവയെ റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നു. പ്രകൃതിയും മനുഷ്യനും എത്ര ഇണങ്ങിയാണ് ജീവിക്കുന്നത് എന്നതിന് നല്ലൊരു ഉദാഹരണമാണിത്. ഇനി ഹിമാലയത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് പറയാം. ഹിമാലയം ഇന്ത്യയെയും മധ്യേഷ്യയെയും വേർതിരിക്കുന്ന ഒരു കാലാവസ്ഥാ വിഭജനം കൂടിയാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരും. താഴ്ന്ന പ്രദേശങ്ങളിലും ശിവാലിക് താഴ്വരകളിലും മിതമായ കാലാവസ്ഥയാണ്. എന്നാൽ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞ അതിശൈത്യം അനുഭവപ്പെടും. ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ധ്രുവപ്രദേശങ്ങളിലേതിന് സമാനമായ കടുത്ത തണുപ്പാണ്. അതുകൊണ്ടാണ് ഹിമാലയൻ മലനിരകളിൽ നിരവധി ഹിൽ സ്റ്റേഷനുകളുള്ളത്. ഇനി ഇവിടുത്തെ നദികളെക്കുറിച്ച് നോക്കാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് ഹിമാലയൻ നദീതട വ്യവസ്ഥ. ഈ നദികൾക്ക് മഴയിൽ നിന്നും മഞ്ഞുരുകിയും വെള്ളം കിട്ടുന്നതുകൊണ്ട് വർഷം മുഴുവൻ ജലസമൃദ്ധമാണ്. അതുകൊണ്ടാണ് വേനൽക്കാലത്തും ഹിമാലയൻ നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നത്. പർവ്വതങ്ങളിലൂടെ ഒഴുകുമ്പോൾ ഇവയ്ക്ക് നല്ല വേഗതയുണ്ടാകും. അതുകൊണ്ട് വി ആകൃതിയിലുള്ള താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും ഉണ്ടാകുന്നു. ഇനി ഇവിടുത്തെ മണ്ണിനെക്കുറിച്ച് പഠിക്കാം. പർവ്വതമണ്ണ്, വനമണ്ണ് എന്നിവയാണ് ഹിമാലയത്തിൽ സാധാരണയായി കാണപ്പെടുന്നത്. ഉയരമനുസരിച്ച് മണ്ണിന്റെ ഘടനയിൽ മാറ്റം വരും. താഴ്വരകളിൽ നല്ല വളക്കൂറുള്ള മണ്ണും ഉയർന്ന ചെരുവുകളിൽ വളം കുറഞ്ഞ മണ്ണുമാണുള്ളത്. കശ്മീർ താഴ്വരയിൽ കാണുന്ന കറേവാസ് എന്ന നിക്ഷേപം കുങ്കുമപ്പൂ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ഇവിടത്തെ പ്രകൃതിദത്ത സസ്യജാലങ്ങളെക്കുറിച്ച് നോക്കിയാലോ? ഉയരം, ഭൂപ്രകൃതി, മണ്ണ്, കാലാവസ്ഥ എന്നിവയിലെ വ്യത്യാസങ്ങൾ കാരണം പലതരം സസ്യങ്ങൾ ഇവിടെയുണ്ട്. കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലും 200 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്നതിനാൽ നിത്യഹരിത വനങ്ങളാണ് കൂടുതൽ. ഉയരം കൂടുന്തോറും സസ്യങ്ങളിലും മാറ്റം വരുന്നു.
1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ഇലപൊഴിയും കാടുകൾ കാണാം. അതിനു മുകളിൽ പൈൻ, ദേവദാരു തുടങ്ങിയ കോണിഫറസ് മരങ്ങൾ വളരുന്നു. ഏറ്റവും ഉയരത്തിൽ പുൽമേടുകളാണ് കാണപ്പെടുന്നത്. ഇനി വന്യജീവികളെക്കുറിച്ച് പറയാം. യാക്ക്, കസ്തൂരിമൃഗം, ഒറ്റക്കൊമ്പൻ, കാണ്ടാമൃഗം, ഹിമപുലി തുടങ്ങിയ നിരവധി വന്യമൃഗങ്ങളുടെ സ്വാഭാവിക വാസസ്ഥലമാണ് ഹിമാലയം. അവയെ സംരക്ഷിക്കാൻ നിരവധി ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കൃഷിയെക്കുറിച്ച് നോക്കാം. മലമ്പ്രദേശമായതിനാൽ കൃഷിക്ക് പരിമിതികളുണ്ട്. ചെങ്കുത്തായ ചെരിവുകൾ, വളമില്ലാത്ത മണ്ണ്, കുറഞ്ഞ താപനില എന്നിവയെല്ലാം പ്രശ്നങ്ങളാണ്. എങ്കിലും ഇവിടുത്തെ ആളുകൾ ഉപജീവനത്തിനായി പലതരം കൃഷി ചെയ്യുന്നു. അവർ മലഞ്ചെരുവോൾ തട്ടുതട്ടായി തിരിച്ച് നെല്ല്, പയർവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ കൃഷി ചെയ്യുന്നു. കിഴക്കൻ ഹിമാലയത്തിലെ അസം, ഡാർജിലിംഗ് തുടങ്ങിയ സ്ഥലങ്ങളിൽ തേയില ഒരു പ്രധാന വിളയാണ്. നടുക്കിഴക്കൻ കുന്നുകളിലെ ഗോത്രവർഗ്ഗക്കാർ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പോലുള്ള പരമ്പരാഗത കൃഷിരീതികൾ പിന്തുടരുന്നു. ഇനി മൃഗങ്ങളെ വളർത്തുന്നതിനെക്കുറിച്ച് പറയാം. ഹിമാലയത്തിലെ ആളുകളുടെ പ്രധാന തൊഴിൽ മൃഗങ്ങളെ വളർത്തലാണ്. ഉയരമനുസരിച്ച് വളർത്തുന്ന മൃഗങ്ങളിലും വ്യത്യാസമുണ്ട്. താഴ്വരകളിൽ ആടുകളെയും കന്നുകാലികളെയും വളർത്തുന്നു. മലഞ്ചെരുവുകളിൽ ചെമ്മരിയാടുകളെയും കുതിരകളെയും വളർത്തുന്നു. ഹിമാചലിലെയും ലഡാക്കിലെയും അതിശൈത്യമുള്ള പ്രദേശങ്ങളിൽ കടുത്ത തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന യാക്ക് പോലുള്ള മൃഗങ്ങളെ വളർത്തുന്നു. പശ്ചിമ ഹിമാലയത്തിലെ പുൽമേടുകളിൽ താമസിക്കുന്ന ഇടയൻ ഗോത്രമാണ് ഗുജ്ജറുകൾ. അവസാനമായി ടൂറിസത്തെക്കുറിച്ച്. അനുകൂലമായ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങൾ കാരണം ഹിമാലയൻ പ്രദേശം ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള ഒരു മേഖലയായി മാറിയിരിക്കുന്നു. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഇവിടെ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത്. കൈലാസ്, മാനസ സരോവർ, അമർനാഥ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ നല്ല കാലാവസ്ഥ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ടൂറിസത്തിന്റെ 2ാം ഘട്ടം തുടങ്ങിയത്. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, റാണിഖേത്, മുസൂരി, നൈനിറ്റാൾ തുടങ്ങിയ റിസോർട്ട് ടൗണുകൾ അങ്ങനെ വളർന്നുവന്നു. 1953-ൽ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കീഴടക്കിയതിനു ശേഷമാണ് ആധുനിക ടൂറിസത്തിന്റെ 3ാം ഘട്ടം ആരംഭിച്ചത്. ഇന്ന് പർവ്വതാരോഹണം, പാരാഗ്ലൈഡിംഗ്, സ്കീയിംഗ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖല ഇവിടെ വളരെയധികം വികസിച്ചിട്ടുണ്ട്. ടെൻസിംഗ് നോർഗെ പറഞ്ഞതുപോലെ, പർവ്വതങ്ങൾ തടസ്സങ്ങളല്ല, അവ പുറം ലോകത്തേക്കുള്ള വാതിലുകളാണ്. അറിവിന്റെയും അതിജീവനത്തിന്റെയും പുതിയ വഴികളിലേക്ക് ഹിമാലയം നമുക്ക് വാതിലുകൾ തുറന്നു തരുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാക്ക് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 800-606-6363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.